നമസ്കാരം. അമേരിക്കയും ചൈനയും തമ്മിൽ നികുതിയുടെ പേരിൽ തർക്കം രൂക്ഷമായപ്പോൾ ഐഫോണുകളുടെ വിലയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്ന് ആരാധകർ കരുതി. കാരണം അമേരിക്ക ചൈനയ്ക്ക് മേൽ 145% നികുതി ചുമത്തിയാൽ അത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഐഫോണുകളെയും കാര്യമായി ബാധിക്കുമെന്ന് കരുതപ്പെട്ടു. എന്നാൽ ഇത്തരം ആശങ്കകൾ ഒഴിഞ്ഞത് സ്മാർട്ട് ഫോണുകൾക്ക് ഈ ഉയർന്ന നികുതി ഈടാക്കില്ല എന്ന അമേരിക്കയുടെ തീരുമാനത്തോടെയാണ്. നികുതി യുദ്ധം സ്മാർട്ട് ഫോണുകളെയും ബാധിച്ചാൽ അത് ഐഫോണുകളുടെ വില ഉയരാൻ കാരണമാകുമെന്ന്, അങ്ങനെ വില ഉയർന്നാൽ അത് US മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ ഐഫോൺ വിലയിലും പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയും ചൈനയും നികുതിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അമിതമായ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം കുറഞ്ഞത് 90 ദിവസത്തേക്കെങ്കിലും താൽക്കാലികമായി നിർത്തുമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. അടുത്ത 3 മാസത്തേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് 145% നിന്ന് 30% അമേരിക്ക കുറയ്ക്കും. തിരിച്ച് ചൈനയും സമാന നടപടി സ്വീകരിക്കും. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ചൈന 125% നിന്ന് 10% കുറയ്ക്കും. ഈ തീരുമാനം വന്നതോടെ അമേരിക്ക ചൈന നികുതി തർക്കത്തിന് ഒരു താൽക്കാലിക ആശ്വാസമാണ് ആയിട്ടുള്ളത്. അതോടെ ഐഫോൺ വില കൂടുമെന്ന ആശങ്കയും ഒഴിയുമെന്നാണ് കരുതുന്നതെങ്കിൽ അവിടെ തെറ്റിയിട്ടുണ്ട്. അമേരിക്കയും ചൈനയും നികുതി കൂട്ടിയാലും കുറച്ചാലും ഐഫോൺ 17 സീരീസിന് വില കൂടുമെന്നും അത് പക്ഷേ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കില്ല എന്നും പുതിയ റിപ്പോർട്ടുകളുണ്ട്. പുതിയ ഐഫോൺ 17 സീരീസ് ഈ വർഷം സെപ്റ്റംബറിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലോഞ്ച് ടൈം അടുത്തുകൊണ്ടിരിക്കെ ദ വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ പുതിയ റിപ്പോർട്ട് പറയുന്നത് വരാൻ പോകുന്ന ഐഫോൺ 17 സീരീസിന്റെ വില വർദ്ധിപ്പിക്കാൻ ആപ്പിൾ ആലോചിക്കുന്നു എന്നാണ്. വരാനിരിക്കുന്ന ഐഫോണുകൾ പുതിയ ലുക്കിലാകും എത്തുക എന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. ഐഫോൺ 17 സീരീസിൽ കാര്യമായ ഡിസൈൻ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലും 2027 പുറത്തിറങ്ങുന്ന ഐഫോൺ സീരീസ് പുതിയ ലുക്കിലെത്തും. അതായത് ആപ്പിൾ ഐഫോൺ സീരീസിൽ ഒരു ഡിസൈൻ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി കാത്തിരിക്കണം. അതായത് ഐഫോൺ 19 സീരീസ് വരെ. ഐഫോണിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രോ പതിപ്പിനും ഒരു പക്ഷേ ആപ്പിളിന്റെ ആദ്യത്തെ ഫോൾഡബിൾ ഐഫോണിനും പൂർണ്ണമായും പുതിയ രൂപം ലഭിച്ചേക്കാം. പക്ഷേ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഡിസൈനിൽ മാറ്റമുണ്ടായാലും ഇല്ലെങ്കിലും ഐഫോൺ 17 പ്രോയിലും ഐഫോൺ 17 പ്രോ മാക്സിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഗ്രേഡുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാൻ പോകുന്ന ഐഫോണുകൾക്ക് വില കൂടിയാലും ഇറക്കുമതി നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വില കൂടിയത് എന്ന് ആളുകൾ കരുതരുത് എന്ന് ആപ്പിൾ ആഗ്രഹിക്കുന്നുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുണ്ടാകുന്ന ചിലവ് വർധനവിനെ വേർപെടുത്താൻ ആപ്പിൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നാൾ പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ പുതുമയില്ല എന്ന് വിമർശിച്ചിരുന്നവർ ഇനി പുതിയ ഐഫോൺ എത്തുമ്പോൾ പുതുമയെ വരവേൽക്കാൻ കുറച്ച് പണം കൂടുതൽ കരുതി വെക്കേണ്ടതുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.